ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ആദിഷ് ഗ്യാലറിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് തിരുപ്പതി യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവർ അതും കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുതിരാൻ തുരങ്കം കയറാൻ പോകുകയാണ് ഗൈസ്. ഇതാണ് കുതിരാൻ തുരങ്കം. പാലക്കാട് തൃശ്ശൂർ ബോർഡറിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി തുറന്ന തുരങ്കം ജനങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. തുരങ്കം വരുന്നതിന് മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ വഴി ആളുകൾ യാത്ര ചെയ്തിരുന്നത്. അവർക്കൊക്കെ ഒരു ആശ്വാസം കൂടിയാണ് ഈ കുതിരാൻ തുരങ്കം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ക്രമീകരണങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. 1 കിലോമീറ്ററോളം നീളം വരുന്ന സംസ്ഥാനത്തിൻ്റെ ആദ്യ തുരങ്കപാതയ്ക്ക് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. കേരളത്തിൻ്റെ പൈതൃകം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള കവാടമാണ് ഇതിനുള്ളത്. 10 മീറ്ററാണ് തുരങ്കത്തിൻ്റെ ഉയരം. 2 തുരങ്കങ്ങൾ തമ്മിലുള്ള അകലം 24 മീറ്ററും. നമ്മളിപ്പോൾ കുതിരാൻ തുരങ്കത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പോകുകയാണ്. കേരളത്തിൽ ആദ്യത്തേതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ 6 വരി പാത തുരങ്കങ്ങളിൽ ഒന്നുമാണ് ഈ കുതിരാൻ തുരങ്കം. ഈ തുരങ്കം യാഥാർത്ഥ്യമായതോടെ പാലക്കാട് തൃശ്ശൂർ യാത്രയിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. തുരങ്കത്തിനകത്തെ പൊടിപടലങ്ങൾ ഒഴിവാക്കാനായി 10ഓളം റോവറുകൾ തുരങ്കത്തിനകത്ത് സ്ഥാപിച്ചിട്ടുമുണ്ട്. ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ ദൃശ്യഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നിറയെ കുന്നുകളും മലകളും ഒക്കെ ആയിരിക്കും. ഇവിടുത്തെ റോഡുകളുടെ പ്രത്യേകതയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ക്ലീനും വൃത്തിയുമുള്ള റോഡുകളാണ് ഈ പാലക്കാടിനുള്ളത്. ചുറ്റുമുള്ള മലകളും കുന്നുകളും ഒക്കെ നാടിനെ മനോഹരമാക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത് ഭംഗിയാണ് ഇവിടുത്തെ റോഡുകളും കാഴ്ചകളൊക്കെ. ചെടികൾ കൊണ്ട് നടുക്കുള്ള റോഡ് നല്ല ഭംഗിയുമാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ധർമ്മപുരിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ഗ്രാമപ്രദേശമാണിത്. നിറയെ പാടങ്ങളും മറ്റുമായി അതിമനോഹരമാണ് ഈ ഗ്രാമം. വീടുകളൊക്കെ താരതമ്യേന കുറവാണ് ഈ ഗ്രാമത്തിൽ. നിറയെ പാടങ്ങളും മറ്റും മാത്രമാണ് ഇവിടെ കൂടുതലായി കാണാൻ സാധിക്കുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. റോഡുകളിലും വാഹനങ്ങളൊക്കെ കുറവാണ്. പെട്രോൾ പമ്പുകളൊക്കെ ആവശ്യത്തിന് ഈ നാട്ടിലുണ്ട്. നിറയെ മലകൾ മാത്രമാണ് നമുക്ക് കാണാൻ ഈ വഴി സാധിക്കുക. ഈ നാട്ടിൽ അങ്ങനെ ഹെൽമെറ്റൊന്നും അത്ര നിർബന്ധമില്ലെന്ന് തോന്നുന്നു. ആളുകളൊക്കെ ഹെൽമെറ്റ് ഇല്ലാതെയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് തന്നെ. കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് നല്ല നിറയെ കടകളാണ്. എന്താവശ്യത്തിനുള്ള കടകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പലചരക്ക് കടകളും പച്ചക്കറികളും വാഹനങ്ങളുടെ റിപ്പയറിങ് കടകൾ, അങ്ങനെ ഇഷ്ടം പോലെ കടകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.